ഞാനേ ഇതിന്ന് എങ്ങോട്ടാണെന്നല്ലയോ, ഞാൻ കുറച്ച് മുരിങ്ങയിൽ ഇടിക്കാനായിട്ട് പോകുമായിരുന്നേ. അപ്പോഴത്തേക്ക് റോഡിൽ ഒരു മീൻകാർ വന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടിട്ട് അമ്മ മീൻ വാങ്ങാനായിട്ട് ഓടുക. എന്നിട്ട് മുരിങ്ങയില നോക്കിയപ്പോഴും അങ്ങ് മണ്ടയ്ക്ക് കിടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ഒരു തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് മുരിങ്ങയിൽ ഒടിച്ച് താഴെ ഇട്ടു. നല്ലത് നോക്കിയെടുത്തു. അമ്മ തിരിച്ച് വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മീൻ കിട്ടിയില്ല. എനിക്കിഷ്ടപ്പെട്ട മുരിങ്ങയിൽ ഇട്ടിട്ട് ഞാൻ അതുകൊണ്ട് വരുവാണ്. അയ്യോ ഇപ്പൻ്റെ കണ്ണ് അങ്ങ് പോയേനെ. അതും കൂടെ കൊണ്ടുവന്നു. ഞങ്ങൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ഇതളായിട്ട് ഞങ്ങൾ പറിച്ചെടുത്തു. ഓരോ ഇതളൊന്നും അല്ല കേട്ടോ, അതിൻ്റെ കുറച്ച് തണ്ടൊക്കെ കിടപ്പുണ്ടോ, ഒന്നും കുഴപ്പമില്ല. നല്ല ഹെൽത്തി ഫുഡല്ലേ, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് തോരൻ വയ്ക്കാനാണ് അല്ല, ഇത് കുറച്ച് ചോറ് വിളമ്പണം. ചോറ് തന്നെ വിളമ്പണം കേട്ടോ. തണുത്ത ചോറായ കൊള്ളൂലായേ. എന്നിട്ട് ഈ മുരിങ്ങയില അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ പുറത്ത് കുറച്ച് ക്രഷിയുടെ ചില്ലിയും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ചോറ് തന്നെ വിളമ്പണേ. എന്നിട്ട് മുരിങ്ങയിലയും ക്രഷിയുടെ ചില്ലിയും ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ചേക്കണം. നമ്മൾ കഴിക്കാൻ നേരത്തെ മാത്രമേ തുറക്കാവൂ, അതിൻ്റെ ഇടയ്ക്കൊന്നും പോയി തുറന്ന് നോക്കണ്ട കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു മെഴുക്കുരട്ട് വയ്ക്കാമെന്ന് വെച്ചു. ഞാനെടുത്തു ഒരു ബീട്രൂട്ട് എടുത്തു, പിന്നെ അതിങ്ങനെ അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞു. എണ്ണയൊക്കെ ഒഴിച്ച് ശകല എണ്ണ ഒഴിച്ചല്ലോ കേട്ടോ, ഒത്തിരി എണ്ണയൊന്നും ഞാൻ ഒഴിച്ചില്ല. ഈ സംഭവം എല്ലാം എടുത്തിട്ടു. അതിനോട് ക്രഷിയുടെ ചില്ലിയും കുറച്ച് കുരുമുളകും ഉപ്പും എല്ലാം കൂടി ഇട്ടു. അതും റെഡിയായി. അപ്പോഴത്തേക്ക് ചോറ് തുറന്ന് നോക്കിയപ്പോഴോ നല്ല അടിപൊളിയായിട്ട് ചീരയൊക്കെ നല്ല ആവിക്കകത്ത് എന്തെങ്കിലും ഇരിപ്പുണ്ട്. അതും എടുത്തു. എന്നിട്ട് കുറച്ച് മെഴുക്കുവരട്ടി കുറച്ച് അച്ചാറും കൂടെ ഇട്ടു. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചു. ഇന്നത്തെ ഊണ് ഇതൊക്കെയായിരുന്നു കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരുന്നു ഇന്ന് ഞാൻ കഴിച്ചത്. ഇതൊക്കെ തന്നെയുള്ള ഇന്നത്തെ വിശേഷമേ. ഞങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.